സാരമില്ല. മോനെ കൊണ്ട് അടുത്ത് നടാ, മോനെ കൊണ്ട് അടുത്ത് തെക്കേമംഗലവും കട്ടക്കായും തമ്മിലുള്ള കട്ട പോരാട്ടത്തിലാണ്. ആര് ജയിക്കും നോക്കാം. രണ്ട് പെൺപുലികളാണ്. വികാരിയച്ച നമ്മുടെ ഈ സെൻറ് റോസ് കൂട്ടായ്മയിലേക്ക് പ്രത്യേകമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു.
അതുപോലെ നമ്മുടെ കൂട്ടായ്മയുടെ സാറ് സൺ മാത്യു സാറിനെ ഈ കൂട്ടായ്മയിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. എസ് മഠത്തിലെ സിസ്റ്ററിനെ ഈ വേദിയിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ആനിമേറ്റർ സിസ്റ്റർ ജെന്നി സിസ്റ്റർ അതുപോലെ മറ്റ് 2 സിസ്റ്റർമാരെ പ്രത്യേകമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ കൂട്ടായ്മയിൽ വന്ന എല്ലാവരെയും ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെൻറ് റോസ് കൂട്ടായ്മയുടെ 2024-25 വർഷത്തെ വാർഷിക റിപ്പോർട്ട്. സ്നേഹബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ജെയിംസ് അച്ഛ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാമ്പഴക്കുന്ന് സാറേ, സെൻറ് റോസ് കൂട്ടായ്മയുടെ ആനിമേറ്റർ സിസ്റ്റർ ബഹുമാനപ്പെട്ട ജെനി സിസ്റ്റർ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ടാതിഥികളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ആദ്യമായി എല്ലാവർക്കും നമ്മുടെ കൂട്ടായ്മയുടെ മധ്യസ്ഥയായ ഇസ്ത റോസ പുണ്യവതിയുടെ തിരുനാൾ മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നു. 2024 ഒക്ടോബർ മാസം ജോസ് കൈപ്പനാനിയുടെ ഭവനത്തിൽ വെച്ച് നടന്ന കൂട്ടായ്മ വാർഷികത്തിൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ജോമോൾ ബാബു സ്ഥലം മാറിപ്പോയതിനാൽ 9/2/2025 സണ്ണി താഴ്ത്തടത്തിന്റെ ഭവനത്തിൽ വെച്ച് നടന്ന കൂട്ടായ്മയിൽ അഞ്ചു താഴ്ത്തടത്തിനെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. കൂട്ടായ്മ പ്രവർത്തനങ്ങൾ. എല്ലാ മാസവും 2ാമത്തെ ഞായറാഴ്ചകളിൽ 5 PM ഓരോ ഭവനങ്ങളിലായി കൂട്ടായ്മ പ്രാർത്ഥനകൾ നടത്തിവരുന്നു. ബഹുമാനപ്പെട്ട അച്ഛനും സിസ്റ്റേഴ്സും എല്ലാ കൂട്ടായ്മകളിലും സംബന്ധിക്കുകയും വചന സന്ദേശങ്ങൾ നൽകുകയും പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു വരുന്നു. ജപമാല. ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ ഓരോ ഭവനത്തിലും 4:30 ജപമാല നടത്തിവരുന്നു. മുതിർന്നവരും കുട്ടികളും ജപമാലയിൽ സംബന്ധിക്കുന്നു. എല്ലാ ദിവസവും മുടങ്ങാതെ ജപമാലയിൽ സംബന്ധിക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നു. പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാൻ ഈ ജപമാല നമ്മെ പ്രാപ്തരാക്കുന്നു. കുരിശിന്റെ വഴി. നോയമ്പ് കാലത്ത് എല്ലാ വെള്ളിയാഴ്ചകളിലും കുരിശിന്റെ വഴി നടത്തി വരുന്നു. ഈശോയുടെ പീഡാനുഭവത്തിൽ പങ്കുചേർന്ന് ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ സഹനങ്ങളെ സ്നേഹപൂർവ്വം ഏറ്റെടുക്കുവാൻ ഇതെല്ലാം നമുക്ക് മനോധൈര്യം നൽകുന്നു. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ കഴുന്ന പ്രദർശനത്തിന് കഴുന്ന ഭവനങ്ങളിൽ കൊണ്ടുവരികയും പ്രാർത്ഥിക്കുകയും തുടർന്ന് കഴുന്നുമായി പള്ളിയിലെത്തി ദിവ്യബലിയിൽ സംബന്ധിക്കുകയും ചെയ്യുന്നു. ആ വിശുദ്ധിന്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധിയിലേക്ക് ഒരു പടി കൂടി നടന്നെടുക്കണമെന്ന അനുഭവം ഇത് നമ്മൾക്ക് പ്രദാനം ചെയ്യുന്നു. യാത്രയയപ്പ്. തങ്ങളുടെ സാന്നിധ്യം കൊണ്ടും മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടും പ്രാർത്ഥനയിലൂടെ നമ്മെ നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഫ്രണ്ട് സിസ്റ്ററിനെയും തങ്കമ്മ സിസ്റ്ററിനെയും നന്ദിയോടെ ഓർക്കുകയും അവർ ഞങ്ങൾക്കായി ചെയ്ത സേവനങ്ങളെ പ്രതി അവർക്ക് വേണ്ട ദൈവാനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നു. നിത്യതയിലേക്ക്. നമ്മുടെ കൂട്ടായ്മയിൽ നിന്നും സ്വർഗസമ്മാനത്തിനായി വിളിക്കപ്പെട്ട കട്ടക്കയും അലച്ചുകൂട്ടി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു വർഷക്കാലം കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച വികാരി അച്ഛനെയും ആനിമേറ്റർ സിസ്റ്ററിനെയും ഭാരവാഹികളെയും നിങ്ങൾ ഓരോരുത്തരെയും ദൈവത്തിന് മുൻപിൽ ഓർക്കാതിരിക്കാൻ എനിക്കാവില്ല. നമ്മുടെ കൂട്ടായ്മയുടെ മധ്യസ്ഥയായ ഇസ്ത റോസയുടെ മധ്യസ്ഥ യാചിച്ചുകൊണ്ടും കൂട്ടായ്മ വാർഷികത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ടും റിപ്പോർട്ട് ராஜாவுக்கு எல்லா
താറോഹായിക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കരുണാമയനായ കർത്താവേ, കാത്തരുളിടണമേ, ഞങ്ങളെ കാത്തരുളിടണമേ. കരുണാമയനായ കർത്താവേ, കാത്തരുളിടണമേ, ഞങ്ങളെ കാത്തരുളിടണമേ. കണ്ണീർ നിറഞ്ഞൊരി പാനപാത്രങ്ങൾ നീ കൈനീട്ടി വാങ്ങണമേ. കണ്ണീർ നിറഞ്ഞൊരി പാനപാത്രങ്ങൾ നീ കൈനീട്ടി വാങ്ങണമേ. ഭാവായിക്കുമ്പോൾ ത്രേനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഉയരങ്ങളിലുള്ള കർത്താവേ, കൂട്ടായിരിക്കണമേ, കൂട്ടായിരിക്കണമേ, ഞങ്ങൾക്കു കൂട്ടായിരിക്കണമേ. ഗൽഗതകൺകളായി പ്രാർത്ഥിക്കും ഞങ്ങൾ തൻ ദുഃഖങ്ങൾ തീർക്കണമേ. ഭാവായിക്കുമ്പോൾ ത്രേനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നീ ചാക്കോസാറിനെ കണ്ടോടാ? കിടപ്പാന്നോ? തീരെ കിടപ്പാന്നോ? ആളറിയാമോ? അതെല്ലാം ചോദിച്ചാൽ ഇന്ന് കണക്ക് എഴുതിക്കൊണ്ട് വന്നില്ല. നീ ഇപ്പൊ അടി കിട്ടുമെന്ന് ആരുണ്ട്? എനിക്കറിയത്തില്ല വന്നോ ഇല്ലയോ. ഇന്നലെ സ്കൂളിൽ വിട്ടു പോയപ്പോഴേ വൈകുന്നേരം നീ ആ പള്ളിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നോണ്ട് എന്തിനായിരുന്നടാ? എടാ സാർ ഇന്നലെ പറഞ്ഞില്ലേ നാളെ വരുമ്പോ ഫാദറിനെ വിളിച്ചോണ്ട് വരണമെന്ന്. ഇവിടെ പള്ളിയിലെ അച്ഛനെ അല്ലടാ, നമ്മുടെ അച്ഛനെ. നമ്മുടെ അച്ഛൻ പോലും നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് വരാന്നാ പറഞ്ഞത്. അങ്ങനാണോ പറഞ്ഞത്? ഓ, ഞാൻ ഓർത്തിത് എന്തോ ഇടപാടാണ് കേട്ടോ. ഇന്നലെ പരീക്ഷ എഴുതിയായിരുന്നോ? ഞാൻ എഴുതി. എങ്ങനെ ഉണ്ടായിരുന്നു? ഉച്ച കഴിഞ്ഞത്തെ എനിക്ക് സൂപ്പറായിരുന്നു. ഓ എന്റെ ദൈവമേ, എനിക്ക് രാവിലെ ആയിരുന്നു ബുദ്ധിമുട്ട്. എന്നാലും പിന്നെ തലേദിവസം എല്ലാവരും ചെറുപലം കഴിച്ചിട്ട് കിടന്നാ പോരായിരുന്നോ? അപ്പൊ നല്ലൊരു പരീക്ഷ എഴുതാൻ പറ്റുമോ? പരീക്ഷയ്ക്കോ? പിന്നെന്താ? ഞാനോർത്ത് ബാത്റൂമിൽ പോകാൻ പാടായിരുന്നല്ലോ. ഓ, ഞാൻ പരീക്ഷ കാര്യമില്ല എന്നോട് പറഞ്ഞു. നീ മാറി നിന്റെ പേപ്പർ കാണിച്ച്. ഇന്നലെ മാർക്കാണോ? ആ, ഇതെങ്ങനെ ഒപ്പിച്ചാ നീ? 75-3. ഞാൻ കോപ്പി അടിച്ചതാ. കോപ്പി അടിച്ചോ? എന്താ കോപ്പി അടിച്ചത്? എടാ ഞാൻ കോപ്പി അടിക്കാം. ഞാൻ കെമിസ്ട്രിയുടെ കൊണ്ടുവരുമ്പോ അന്ന് ബയോളജിയുടെ കൊണ്ടുവരുമ്പോ അത് കണക്ക്. എന്തിനാ വെറുതെ വെട്ടിക്കളയുന്നത്? അതുകൊണ്ട് ഞാൻ കൊണ്ടുവരാത്തെ. നീ ഇത് പേപ്പർ കാണിച്ചിട്ട് ഷൈൻ ചെയ്തോ? ഈ 3 മാർക്ക് മോശം ഞാൻ എന്തോ ഷൈൻ ചെയ്യാനാ? എടാ ഒപ്പിടത്തില്ലോടാ. ഓ അതാണോ ഷൈൻ? ഷൈൻ ഷൈനാണോ? ആണ് മാർക്ക് കുറവായതുകൊണ്ടാണ് ഈ ഷൂ എഴുതി വെച്ചേക്കുന്നത്. അല്ല, എന്റെ അമ്മയുടെ ഒപ്പം അതാടാ. ആഹാ, നിന്റെ അച്ഛന്റെ ഒപ്പം ഒപ്പോട്ടെ. ഇത് നല്ല പഴുതാരം പോകുന്ന പോലെ ഇരിക്കും. ഞങ്ങൾ അച്ഛനിട്ടേ സൂപ്പർ ഒപ്പടാ. അവിടെ ഇത് കൊണ്ടുപോയി നിന്റെ അച്ഛൻ ഒപ്പിട്ട് മേടിച്ചോണ്ട് വരാം. അവിടെ ഇതിനകത്തോ? സാർ സമ്മതിക്കത്തില്ലടാ. സൂപ്പർ ഒപ്പടാ അത്. ഇല്ല, ഞങ്ങൾ അച്ഛൻ അങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങളുടെ അച്ഛനെ ഒന്ന് പറയടാ. ഞങ്ങൾ അച്ഛൻ നിനക്കറിയാൻ പറ്റൂടാ പന്നിനാ. അയ്യോ, നിങ്ങളുടെ അച്ഛൻ സൂപ്പറാണ്. അല്ലെന്ന് പറഞ്ഞില്ല. ഗുഡ് മോർണിംഗ് സാർ. എടാ, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ക്ലാസ്സിൽ കയറുമ്പോ നിശബ്ദത പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെ കേൾക്കാ ഇത്? ആ, പറഞ്ഞതുപോലെ ടൂറിന് പോയ കുട്ടികളും അധ്യാപകരും എല്ലാം ഇന്നെത്തും. 5 ദിവസം കഴിഞ്ഞ് എത്തുക. ഇത് യൂണിഫോം എന്തോ ഇത്? ഇന്ന് ബുധനാഴ്ച പറഞ്ഞ ബുധനാഴ്ചയായിരുന്നല്ലേ, ഞാനതങ്ങ് മറന്നുപോയി. അപ്പൊ നമുക്ക് സാഹചര്യം അങ്ങോട്ട് എടുക്കാം. 5 വിഷയം കൊണ്ടാണോ വന്നേക്കുന്നേ? ആ, ഇരിക്കെ. അഖിലുണ്ടോ? ഉണ്ട്. ആ, ജീവനുണ്ടോ? അല്ലേ പിന്നെ ഇവിടെ വന്നിരിക്കുവോ? എടാ, ജീവനുണ്ടോ നീ ക്ലാസ്സിലെ? അവൻ ടൂർ പോയി. ടൂറിന് പോയി.
ജീവന്റെ അച്ഛൻ എങ്ങനെയുണ്ട്? ജീവൻ അച്ഛൻ എന്തോ പറ്റി? ഒന്നും പറ്റിയില്ലേ? ഇല്ല. ഒന്നും പറ്റാതിരിക്കാൻ ഞാൻ ജഗദീശനോട് പ്രാർത്ഥിക്കാം. അനന്തമുണ്ടോ? പ്രസന്ന സാർ. എന്നോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാക്കണം. പ്രസന്റ് സാർ. ആ സഞ്ജിത എന്തെങ്കിലും ഇട്ടോണ്ട് പോകാനാണോ? ഇവിടെ ഈ ക്ലാസ്സിലെ സഞ്ജിത ഉണ്ടോ? സഞ്ജിത? ആ സഞ്ജിതല്ല. ആ അത് ടൂർ പോയി കൊടുത്തില്ല. ആണോ? വരുന്നുണ്ടോ? വരുന്നില്ല, സാറ് വയ്ക്കോ? ഞാനും ഒരു 4-4.5 ആയിട്ടേ ഉള്ളൂ. എടാ വരുന്നുണ്ടോ ഈ ക്ലാസ്സിൽ? ടൂറിന് പോയി വരുന്നുണ്ടോന്നാ ചോദിച്ചേ. അന്ന് അത് പറയണം. എന്തുവായാലും രണ്ടുപേരുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. ഉണ്ട്. ഇന്നറിയാം. അഖിലിന്റെ അച്ഛൻ വന്നോടാ. അഖിലിന്റെ അച്ഛൻ വന്നോ? പിന്നെ രാവിലെ മൈക്കാട് പഠിക്കുമ്പോൾ അച്ഛൻ വൈകിട്ട് വരത്തില്ലേ? നിന്റെ അച്ഛൻ ഗൾഫിലല്ലോ? എന്റെ അച്ഛനല്ല ഗൾഫിൽ, ഇവന്റെ അച്ഛനാ ഗൾഫിൽ. ആ നിന്റെ വീട് പണി എന്തോ മോനെ? വാർപ്പ് കഴിഞ്ഞ് ഇനി തറ കെട്ടിയാ മതി. സാറേ വാർപ്പ് കഴിഞ്ഞു, ഇനി നമുക്ക് അടുക്കളയുണ്ട്. അതിന് കെട്ടിന് മേച്ചിനെയാ വിളിക്കുന്ന പേരാ തറ. ആ ശരി ശരി അവിടെ ഉണ്ടായിരിക്കും. അപ്പം ഇന്നത്തെ വിഷയം ഞാൻ അതങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. എന്തുവായിരുന്നു പറഞ്ഞ ടീച്ചറും സാറും കൂടെ എന്തോ വിഷയമായിരുന്നു? എവിടെ കേട്ടെന്നറിയാമോ? അങ്ങനെ വന്നോടാ മോനെ. പോയിട്ട് ആ സ്റ്റാഫ് റൂമിന്റെ അവിടെ ആ വലത് സൈഡിൽ ഒരു തടിയലമാര ഇരിപ്പുണ്ട്. കൊടുക്കാനാണ്? അതിന് മണ്ടത്തിൽ ചൂടിരിപ്പുണ്ട്. പോയിട്ട് പത്രോസിഹായെ, ഇത് വാങ്ങിയിട്ട് എന്നെ ഒന്ന് കയറ്റി വിടണേ. അഭയമായി പ്രകാശമായി
സ്നേഹപൂർവ്വം നിൻ പേരെന്ത് എന്നു ചോദിച്ചു.
ദാസിന്റെ ഉണ്ണീശോ എന്ന് അവൻ മൊഴിഞ്ഞു. വായിക്കാനും പഠിക്കാനും തന്നെ പഠിപ്പിക്കാനാണ് ഉണ്ണീശോയോടെന്നും അവൾ യാചിച്ചുവല്ലോ. ഏറെ നല്ല മനസ്സോടെ ഉണ്ണീശോ അപ്പോൾ തന്നെ അവളുടെ അഭ്യർത്ഥന കൈക്കൊണ്ടുവല്ലോ. ഒരിക്കലും പിന്നെ തന്റെ ജീവിതത്തിൽ ഉണ്ണീശോയെ പിരിയാതെ അവളെന്നും നടന്നുവല്ലോ. കുരിശിന്റെ വഴി തേടി ത്യാഗത്തിന്റെ പൂമാലയായി സ്വർഗത്തിൽ മഹത്വത്തോടെ തെളിഞ്ഞു നിന്നു. മുറിവേറ്റവർക്കു ദിവ്യമരുന്നായി മാറിയവർ ദൈവസ്നേഹം ലോകത്താകെ വിതറിയല്ലോ. സഹനത്തിൻ വഴികളിൽ ക്രൂശ് വഹിച്ചു നടന്നു ദൈവസ്നേഹത്തിൻ പൂവായി നീ വിരിഞ്ഞു നിന്നു. പാവങ്ങൾക്കായി സ്നേഹമേകി രക്ഷകൻ സാന്നിധ്യമായി ലോകമാകെ പ്രസിദ്ധയായി നീ വിളങ്ങുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട മധ്യസ്ഥയാം റോസേ എന്നും മക്കൾക്കായി പ്രാർത്ഥിക്കാൻ നീ ഉണ്ണീശോയോടാ. എന്റെ ഭാഷ എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാൻ ഇന്നിവിടെ ആലപിക്കാൻ പോകുന്നത്. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്നിളം മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമള്ളയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തിനു പെറ്റമ്മ തൻ ഭാഷ താൻ. മാതാവിൻ വാത്സല്യ ദുഃഖം നുകർന്നാല് പൈതങ്ങൾ വളർച്ച നേടൂ. അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോൾ നമ്മൾക്ക് അമൃതം അമൃതായി തോന്നൂ. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സുഭാഷത വക്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം. അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോൾ നമ്മൾക്ക് അമൃതും അമൃതായി തോന്നൂ. അന്യബിന്ദുക്കളും കൽബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ ആദ്യമാ കാവ്യവും പഞ്ചമാവേദവും നീതി പൊരുളും ഉപനിഷത്തും പാടി സ്വഹീയരെ കേൾപ്പിച്ച കൈകൾ പാടാവഹീന എന്നാർ പറയും.
ആലപിക്കാം. പരിമളം സ്വർഗീയ റോസ പുണ്യവതി നിൻ പനിമണം മണ്ണിൽ മക്കൾക്കാനന്ദമേ എന്നുമാശ്രയമേ സ്വർഗീയ പനിമലരേ ഉണ്ണീശോയുടെ സ്വന്തം റോസ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ ഉണ്ണീശോയുടെ സ്വന്തം റോസ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ നിമായിലെ ചെറു പുഷ്പമേ ദൈവസ്നേഹസാദരത്തിൽ നീ വളർന്നു സ്നേഹവും ത്യാഗവും അണിഞ്ഞു ചേർന്നൊരാ ജീവിതം ഈശോയ്ക്കു വേണ്ടി മാത്രമായൊരു ജീവിതം സ്വർഗീയ പനിമലരേ റോസാ പുണ്യവതി സ്വർഗീയ പനിമലരേ റോസാ പുണ്യവതി ജീവിതയാത്രയിൽ ദൈവസ്നേഹസാധന തെളിഞ്ഞവൾ യേശുവിൻ പാതയിൽ സർവ്വമാനൊരു ജീവിതം ഈശോയ്ക്കു വേണ്ടി മാത്രമായൊരു ജീവിതം സ്വർഗീയ പനിമലരേ റോസാ പുണ്യവതി സ്വർഗീയ പനിമലരേ റോസാ പുണ്യവതി നിൻ പരിമളം നിൻ പരിമളം സ്വർഗീയ റോസ പുണ്യവതി നിൻ പനിമണം മണ്ണിൽ മക്കൾക്കാനന്ദമേ എന്നുമാശ്രയമേ സ്വർഗീയ പനിമലരേ. എല്ലാ വീടുകളെ പറ്റിയും എല്ലാ വീടുകളിലേക്കും അവരുടെ സാഹചര്യങ്ങളിലേക്കും ഇറങ്ങി വരാനായിട്ട് ഒരു ചെറിയ ശ്രമം നടത്തുകയുണ്ടായി. അവിടെ ഞാൻ കണ്ടെത്തിയത് ഇതൊരു ചെറിയ കൂട്ടായ്മയാണ്. വെറും 18 വീടുകൾ മാത്രമുള്ള ഒരു കൂട്ടായ്മ. എങ്കിലും ഓരോരുത്തരും തങ്ങളാലാവുന്ന എല്ലാ കാര്യങ്ങളും പരിശ്രമങ്ങളും പ്രയത്നങ്ങളും ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടായ്മ കൂടിയാണിത്. ഇവിടെ വളരെ കുറച്ചു കുട്ടികളെ ഉള്ളൂ. കൂടുതൽ പേരും മുതിർന്നവരാണ്. ഇനി യുവജനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവരെല്ലാവരും ജോലികൾക്കായും പഠനങ്ങൾക്കായും മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നവരും വൈകുന്നേരം രാത്രിയായി ഈ ഭവനത്തിലേക്ക് തിരികെ വരുന്നവരുമാണ്. എന്നിട്ടും ഈ കൂട്ടായ്മയുടെ വാർഷികം ഭംഗിയായി നടത്തണം എന്ന് എല്ലാവരും ഒരുമിച്ച് ആഗ്രഹിച്ചപ്പോൾ അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്നതുപോലെ ഓരോരുത്തരും തങ്ങളുടെ കൂട്ടായ്മയെ തങ്ങളുടെ കഴിവുകൾ കൊണ്ട് തങ്ങളുടെ ആ കൂട്ടായ്മ കൊണ്ട് തങ്ങളുടെ പരിശ്രമം കൊണ്ട് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ചെറിയ വാശി എല്ലാവർക്കും ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഒരുപാട് പ്രതിബദ്ധതകളും ഏറെ ഭവനങ്ങളിലും രോഗികളായി കഴിയുന്നവരുണ്ട്. അങ്ങനെ എല്ലാവരെയും കാര്യമായിട്ട് സ്വീകരിക്കുന്നവരാണ് ഇവർ ഓരോരുത്തരും. അതിനെ ഓർത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നിങ്ങളെ ഏറെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഒരിക്കലേ ഒരു കാട്ടിൽ ഒരുപാട് പക്ഷികളുണ്ടായിരുന്നു. പല തരത്തിലുള്ള സുന്ദരന്മാരും സുന്ദരികളും ഒക്കെയായ ഒരുപാട് പക്ഷികൾ. അവർ വളരെ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി അങ്ങനെ രസിച്ച് കളിച്ച് മുന്നോട്ട് പോവുകയാണ്. ഒരു ദിവസം അവരുടെ സന്തോഷത്തെയെല്ലാം തല്ലിക്കെടുത്തക്ക രീതിയിൽ
ഒരു കാട്ടുതീ ആളിപ്പടർന്നു. ഇവരെന്ത് ചെയ്തു? എല്ലാവരും പ്രാണരക്ഷാർത്ഥം മറ്റ് സ്ഥലങ്ങളിലേക്ക് പറന്നു പോകുവാനും ഓടി ഒളിക്കുവാനായിട്ടും ശ്രമിച്ചു. എന്നാൽ ഒരു കൊച്ചു കിളി മാത്രം അവിടെ ആയിരുന്നുകൊണ്ട് തൊട്ട് അടുത്തുള്ള ഒരു ചെറിയ പുഴയിൽ നിന്നും തന്നാലാവും വിധം തന്റെ കൊക്കിൽ കൊള്ളുന്ന അത്രയും വെള്ളം കൊണ്ടുവന്ന് തീ അണയ്ക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു. അപ്പൊ മറ്റ് പക്ഷികളെല്ലാം അവനെ കളിയാക്കി. ഇതെന്തൊരു കൂത്ത, നീ എങ്ങനെയെങ്കിലും നിന്റെ പ്രാണൻ രക്ഷിക്കാൻ ശ്രമിക്കേ, അല്ലാതെ നിന്നെ കൊണ്ട് നീ ഇത്ര ചെറുതായ നിന്നെ കൊണ്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക? എങ്കിലും അവൻ മടുക്കാതെ തന്റെ കൊക്കിൽ ഒതുങ്ങുന്ന വെള്ളം കൊണ്ടുവന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചു. അവന്റെ ശ്രമം കണ്ടപ്പോ മറ്റ് പക്ഷികൾ അകന്നു പോകാതെ അവരും കൂടി ചേർന്ന് ഈ തീ അണയ്ക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു പക്ഷിയായി, രണ്ടു പക്ഷിയായി, ഒരു കൂട്ടമായി ഏറെ പക്ഷികൾ ഒരുമിച്ച് വന്നപ്പോ അവർക്ക് ആ തീ അണയ്ക്കുവാനും തങ്ങളുടെ ഇടമായ, തങ്ങളുടെ കുടുംബമായ ആ കാട് വിട്ട് അകലങ്ങളിലേക്ക് ഓടി ഒളിക്കാതെ തന്റെ സ്ഥലത്ത് തന്നെ താമസിക്കുവാൻ സാധിക്കുകയും ചെയ്തു. ഇത് വെറുമൊരു കഥയായി നമുക്ക് തോന്നാം. എങ്കിലും നമ്മൾ ഓരോരുത്തരും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ, അതൊരു പക്ഷെ ഒരു പാട്ടായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഒരു പരിശ്രമമായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഒരു കളിയായിരിക്കാം, ഇനി അതുമല്ലെങ്കിൽ ചിലപ്പോ ഈ കളിക്കുന്ന എല്ലാവരെയും ഒന്ന് ശുശ്രൂഷിക്കുന്ന ചില ആതിഥ്യ മര്യാദകളായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, ഓരോരുത്തരും അവനവന്റെ ഭാഗം ഇടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടായ്മ നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. എനിക്കൊരു സംശയമുണ്ട്, നമ്മുടെ കൂട്ടായ്മയിൽ പുരുഷന്മാർ കുറവാണോ എന്ന്. ഇനി പേടിച്ച് വല്ല കിളികളുമൊക്കെ പറന്നു പോയതുപോലെ മറ്റെവിടെയെങ്കിലേക്കുമൊക്കെ ഈ കിളികൾ പറന്നു പോയിട്ടുണ്ടോ എന്നും ഒരു സംശയമില്ലാതില്ല. തമാശയായിട്ട് സ്വർഗത്തിൽ പോയി, ഓക്കെ, അത് കൊള്ളാം. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലും ഇടം നേടിയിട്ടുള്ള ഒരു കുടുംബമാണ്, ഒരു കൂട്ടായ്മയാണ് നമ്മുടേത് എന്ന് പറയാൻ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും ഈ പരിശ്രമങ്ങൾക്കും, പ്രത്യേകിച്ച് വളരെ ചുരുക്കം സമയം കൊണ്ടാണ് നമ്മൾ ഇത്രയും ഒക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഇങ്ങനെ ഏറെ രാത്രിയോളം എല്ലാവരും പരിശ്രമിക്കുകയും അവിടെ പ്രയത്നങ്ങളൊക്കെ ഇടുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അപ്പം ഈ ഒരു പ്രയത്നവും ഈ ഒരു പരിശ്രമവും നമ്മുടെ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കാൻ നാം കാണിക്കുന്ന തീക്ഷ്ണതയും, നമ്മുടെ പള്ളിയോടും നമ്മുടെ ഇടവകയോടും ഒക്കെ നാം കാണിക്കുന്ന ഈ പ്രതിബദ്ധതയും ഒരിക്കലും മങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ വിശുദ്ധ റോസ പുണ്യവതി നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ നമ്മുടെ ഈ കൂട്ടായ്മ കൂടുതൽ സുന്ദരവും മനോഹരവും വിശുദ്ധിയാർന്നതുമായി തീരട്ടെ എന്ന് ഏവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കാത്തിരുന്നൊരു ചക്കരക്കുടം കയ്യിലെത്തുമ്പോൾ അമ്പാടിക്കൊരു ഗോലുമാല്, ചക്കരക്കുടം തൊട്ടു നോക്കി നാക്ക് പൊള്ളിയ ചങ്ങാടിക്കൊരു ഗോലുമാല്.
മിഠായ അയ്യോ പഞ്ച് മിഠായ മജാവായി നിക്കിരിയ പഞ്ച് മിഠായ ആമ പഞ്ച് മിഠായ അയ്യോ പഞ്ച് മിഠായ சோஜாவா படுத்துக்குவேன் ஓமடியில சாஞ்சு சும்மா வாட்டமா இருக்கிறிய வாட்டர் பாக்கெட் மூஞ்சு ഇങ്ങോട്ടുള്ള ആളാണോ? വരട്ടെ. ഞാൻ 10 പ്രമാണങ്ങളും അനുസരിച്ചാണ് ഇതുവരെ ജീവിച്ചത്. എന്നും ദിവ്യബലിയിൽ പങ്കെടുത്തിട്ടുമുണ്ട്. കുമ്പസാരമൊന്നും മുടക്കിയിട്ടേയില്ല. അപ്പോൾ എനിക്ക് സ്വർഗത്തിലേക്ക് പോകാമല്ലോ അല്ലേ? നിൽക്കൂ, നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേരോ അറിയില്ലേ? ഏത് അച്ഛന്മാരോട് ചോദിച്ചാലും പറയും. ഞാൻ മല്ലിക. ഇതിലൊന്ന് നോക്കിക്കേ. മല്ലിക എന്നൊരു പേരുണ്ട്. പക്ഷെ ഒരു തടസ്സമുണ്ട്. തടസ്സമോ? അതൊരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ സ്വർഗത്തിൽ കയറാൻ ചെറിയൊരു കുറവുണ്ട്. നിങ്ങൾ പോയി ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള വസ്തുവായി വരണം. അപ്പോൾ നിങ്ങൾക്ക് കയറാം. ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കയറാമല്ലോ അല്ലേ? എന്താണിതിൽ? ഇതിലോ? ഇന്ന് വരെ ബൈബിൾ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റുകൾ, പിന്നെ മാതൃജ്യോതിസിന്റെയും മറ്റു സംഘടനകളുടെയും മത്സരങ്ങളിൽ എനിക്ക് കിട്ടിയ അവാർഡുകളും ഒക്കെ ഇതിലുണ്ട്. കൊള്ളാം, നല്ലതാ. പക്ഷെ ഇതല്ല ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു. പോയി അന്വേഷിച്ചു കൊണ്ടുപോവാ. ഷോ, ഇനി എന്താണാവോ? പത്രോസ്ലിഹ, ഇതാ ഇത് വാങ്ങിക്കൊള്ളൂ. എന്താണിതിൽ? രാജ്യത്തിന് വേണ്ടി പടപൊരുതി ശത്രുക്കളുടെ വെടിയേറ്റു മരിച്ച സമയത്ത് എടുത്ത ചുടുരക്തമാ. ചുടുരക്തം. ഇത് ദൈവത്തിന് എന്തായാലും ഏറെ ഇഷ്ടപ്പെടും. ഇത് നല്ലതാണ്. പക്ഷേ ദൈവത്തിന് ഇഷ്ടപ്പെട്ട വസ്തു ഇതല്ല. ഒരിക്കൽ കൂടി പോയി വരൂ. എന്റെ ദൈവമേ, ഇനി എന്താണാവോ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം? പത്രോസ്ലിഹ, ഇപ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുവാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് സ്വർഗത്തിലേക്ക് കയറിക്കോട്ടെ? കേറാൻ വരട്ടെ. എന്താണിത്? ഇതോ, എത്ര അലഞ്ഞിട്ടാ ഞാനിത് കണ്ടുപിടിച്ചത്. വർഷങ്ങളായി ഒരു പിണക്കവുമില്ലാതെ സ്നേഹത്തോടെ ജീവിച്ചതിന് ശേഷം ഭർത്താവ് മരിക്കുന്ന സമയത്ത് ഭാര്യ കൊടുത്ത ചുടുചുംബനമാ. ചുടുചുംബനം അതേപടി ഞാൻ കൊണ്ടുവന്നതാ. ഇത് തീർച്ചയായിട്ടും എന്റെ ദൈവത്തിന് ഇഷ്ടപ്പെടും. അതെടുക്കുവാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയാമോ? മല്ലിക, ഇതൊന്നുമല്ല ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു. നിങ്ങൾക്ക് ഒരു ചാൻസ് കൂടി തരുന്നു ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കൊണ്ടുവരാൻ. സാധിച്ചില്ലെങ്കിൽ കുറെ നാൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വരും. ലാസ്റ്റ് ചാൻസാ. പത്രോസ്ലിഹായെ, അങ്ങനെയൊന്നും പറയല്ലേ. എന്നോട് ഇത്തിരി കരുണ കാണിക്കണമേ. ഈ പ്രാവശ്യം ഞാൻ എന്തായാലും കൊണ്ടുവരും. കർത്താവേ, എന്റെ കർത്താവേ, ഈ മത്തായി ഒരു പാപിയാണേ. കള്ള് കുടിച്ചിട്ട് വന്ന് ഭാര്യയും മക്കളെയും ഉപദ്രവിച്ചിട്ടുണ്ടേ. അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ടേ. ഞായറാഴ്ച പോലും കുർബാനയ്ക്ക് പോയിട്ടുമില്ല. അയൽപ്പക്കക്കാരോട് കുറെ വഴക്കുണ്ടാക്കിയിട്ടുണ്ടേ. കർത്താവേ, ഈ പാപിയായ മത്തായിയോട് ക്ഷമിക്കണമേ. ഇനി മത്തായി നല്ലവനായി ജീവിച്ചു കൊള്ളാം. പത്രോസ്ലിഹായെ, ഇത് വാങ്ങിയിട്ട് എന്നെ ഒന്ന് കയറ്റി വിടണേ. ഈ കുപ്പിയിൽ എന്താണ്? ഇത് വർഷങ്ങളോളം തെമ്മാടിയും പാപിയുമായി ജീവിച്ചിട്ട് ഒടുവിൽ പശ്ചാത്തപിച്ച് പൊട്ടിക്കരയുന്ന മത്തായിയുടെ ചുടുകണ്ണുനീരാ. ചുടുകണ്ണുനീർ. അത് ഞാൻ അതേപടി എടുത്തുകൊണ്ട് വന്നതാ. ഇത് വാങ്ങിയിട്ട് എന്നെ ഒന്ന് സ്വർഗത്തിലേക്ക് കയറ്റിവിടണേ. കൊള്ളാം മല്ലികെ, നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. പശ്ചാത്തപിച്ച് കരയുന്ന പാപിയുടെ കണ്ണുനീരാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു.
സ്വർഗരാജ്യത്തിന് നിങ്ങൾ അർഹയാണ്. വരൂ, സ്വർഗീയ സന്തോഷം ആസ്വദിക്കാം. ഇതിലൂടെ വിശുദ്ധി കൈവരിക്കണമെന്നുള്ള സന്ദേശമായിരിക്കും വിശുദ്ധ നമുക്ക് നൽകുക. ഓരോ ചെറുതും വലുതുമായ സഹനങ്ങൾ നമുക്കുണ്ടാവും. ആ സഹനങ്ങളിലൂടെ വിശുദ്ധി പ്രാപിക്കാൻ സാധിക്കുമെന്നാണ് വിശുദ്ധ റോസ നമ്മളെ പഠിപ്പിക്കുക. ഭൗതികമായ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി ലൗകികമായ ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി മനുഷ്യൻ നെട്ടോട്ട് ഓടുമ്പോൾ അതിനൊന്നും വലിയ കാര്യമില്ല. അതിലുപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നതും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നതും നിത്യസൗഭാഗ്യത്തെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതൊക്കെയാണ് ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമെന്ന് പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ റോസ. വിശുദ്ധ റോസയ്ക്ക് ജീവിക്കാനുള്ള എല്ലാ ജീവിത സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു, സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലുപരിയായിട്ട് ദൈവത്തെ സ്നേഹിച്ചു, സ്വർഗത്തെ സ്നേഹിച്ചു, നിത്യജീവിതത്തെ സ്വീകരിച്ചു. അതിനുവേണ്ടി തൻ്റെ ജീവിതത്തിലെ ത്യാഗങ്ങളും സഹനങ്ങളും ഒക്കെ റോസ കാഴ്ചവെക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വ്യക്തിത്വമാണ് റോസ രൂപീകരിച്ചത്. എനിക്ക് തോന്നുന്നു വിശുദ്ധ അൽഫോൻസാമയും ഈ മാർഗം പിൻചെന്ന ഒരു വ്യക്തിത്വമാണ്. നിത്യതയെക്കുറിച്ചോ സ്വർഗത്തെക്കുറിച്ചോ സ്വർഗീയ ജീവിതത്തെക്കുറിച്ചോ ഒക്കെ ഒരു ചിന്ത കൂടുതലായിട്ട് മനസ്സിലുണ്ടായി കഴിയുമ്പോൾ മറ്റുള്ള ഭൗതികമായ കാര്യങ്ങൾക്ക് ഉപരിയാണ് ഇതെന്നുള്ളൊരു ചിന്ത വന്നു കഴിയുമ്പോഴാണ് ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളും അല്ലെങ്കിൽ ഭൗതികമായ സുഖസൗകര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ വേണ്ടി മനുഷ്യൻ തയ്യാറാകുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ, വിശുദ്ധ ക്ലാരയുടെയും, വിശുദ്ധ അൽഫോൻസാമയുടെയും ഇങ്ങനെയൊക്കെ പല പല വിശുദ്ധരുടെയും ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർക്ക് ജീവിക്കാൻ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടോ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടോ സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല അവരിതെല്ലാം ഉപേക്ഷിച്ച് ഈ ജീവിത മാർഗം സ്വീകരിച്ചത്. പിന്നെ അതിലുപരിയായിട്ട് ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് നിത്യതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിച്ചെന്നുള്ളതാണ്. ഇവരൊക്കെ നമുക്ക് നൽകുന്ന സന്ദേശവും നിത്യതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തികളെ നമ്മൾ തീരണം. നമ്മളെങ്ങനെയെങ്കിലും നമ്മുടെ കുട്ടികളെയൊക്കെ ആണെങ്കിലും മുതിർന്നവർ പ്രത്യേകമായിട്ട് അവരെ ഭൗതികമായ നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവരെ ഉത്സാഹിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരാണ് പലപ്പോഴും മാതാപിതാക്കന്മാരും മറ്റുള്ളവർക്ക് ചെയ്യുന്നത്. എത്രമാത്രം നേട്ടങ്ങൾ ഈ മക്കളിലൂടെ കൊയ്തെടുക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് വേണ്ടി ഈ മക്കളെ കരുവാക്കാൻ വേണ്ടി സാധിക്കുമോ അത്രയും ചെയ്യുന്നത് നല്ലതാണെന്നുള്ള ചിന്തയാണ് ഉള്ളത്. അതിലുപരിയായിട്ട് നിത്യമായ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ വ്യക്തികളെ മക്കളെ വളർത്താനുള്ള പ്രാധാന്യമോ താല്പര്യമോ സഭയെ സ്നേഹിക്കുവാനോ സവാത്മകമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കാനോ പല മാതാപിതാക്കന്മാരും തയ്യാറാകുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് ദൈവവിളികളൊക്കെ നമുക്ക് കുറഞ്ഞു പോകുന്നതിന് കാരണം അതൊക്കെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ദൈവവിളികൾ ഉണ്ടാകാൻ വേണ്ടിയും പ്രത്യേകിച്ച് സഭയെ സ്നേഹിക്കുക, നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടാകുക, സ്വർഗത്തെക്കുറിച്ച് സ്വർഗീയ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടാകുക അത് ഈ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്ന കാലഘട്ടമായതുകൊണ്ട് ഇതിനിടയിൽ ഇങ്ങനെയുള്ള വിശുദ്ധ ആത്മാക്കളുടെ തിരുനാളുകൾ ആചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സ്വർഗത്തെക്കുറിച്ചോ നിത്യതയെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് നൽകുവാൻ വേണ്ടിയാണ് സഭ ഇങ്ങനെയുള്ള തിരുനാളുകൾ നടത്തുക. നമ്മുടെ ശ്രീകരണയുടെ പ്രയർ ഡാൻസ് നന്നായിരുന്നു. അതുപോലെ തന്നെ വെൽക്കം സ്പീച്ച് വേവിച്ചേട്ടന് നല്ലൊരു സ്വാഗതം ആശംസിച്ചു. റിപ്പോർട്ടിലെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് 5 റിപ്പോർട്ട് താഴ്ത്തെടുത്ത് ഒരു ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയുണ്ടായി. മിലൻ്റെ സിംഗിൾ ഡാൻസ്, മിലൻ ഒരു ഡാൻസുകാരൻ നമ്മൾ എപ്പോഴാണ് വിളിക്കിട്ടത്, നല്ല ഡാൻസായിരുന്നു. സിംഗിൾ സോങ് റോസമ്മ ചേച്ചിയുടെ പാട്ട് കേട്ടാൽ ചിത്രമാണെന്ന് പോലെ തോന്നി. നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഒരു ചിത്ര എസ്ജാനികോ പീരിയിലോ ഒക്കെയാണ് നമ്മുടെ പുള്ളിക്ക് ചേച്ചി. പ്രായമായാലും സ്വരമൊക്കെ എടുക്കുന്നതിലും ശ്വാസം കിട്ടുന്നതിലും ഒരു കുഴപ്പമില്ല. എന്നിട്ട് ചേച്ചി പറയുന്നത് എനിക്ക് ക്ഷീണം അസുഖം ഒരു കുഴപ്പമില്ല. ചേച്ചിക്ക് കുറെ കൂടെ ഈ ഓർക്കസ്ട്രയോടെ ഇനിയും ജീവിക്കാൻ സാധിക്കും. അടുത്ത വർഷം ഇതുപോലെ നല്ല പാട്ടൊക്കെ പാടുക. ദേവച്ചേട്ടനും അപ്പച്ചേട്ടനും കൂടെയുള്ള ഒരു സ്കിറ്റ് നന്നായിരുന്നു. അവർ പഴയ സ്കൂളിലെ അനുഭവങ്ങൾ വെച്ച് ആ രീതിയിലുള്ള ഒരു പരിപാടിയാണ് അവതരിപ്പിച്ചത്. രസകരമായ രീതിയിൽ അത് അവതരിപ്പിക്കുകയുണ്ടായി. ഇവാഴ് തക്കമംഗലത്തിൻ്റെ ഡാൻസ് നന്നായിരുന്നു. മാത്യു സാറ് നല്ലൊരു ആശംസാ പ്രസംഗം നമുക്ക് നൽകുകയുണ്ടായി. സൂസൻ ബൊറോക്കാട്ടിൻ്റെ നല്ലൊരു സിംഗിൾ ഡാൻസ് ഉണ്ടായിരുന്നു. വഞ്ചിപ്പാട്ട് നല്ല രീതിയിൽ ഇവിടുത്തെ മാതാക്കളെല്ലാവരും കൂടെ കുട്ടികളെല്ലാവരും കൂടെ കൂടി വിശുദ്ധ റോസിൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി നല്ല രീതിയിൽ അവതരിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സിസ്റ്റർ മദർ SNDSലെ മദർ നല്ലൊരു ആശംസാ പ്രസംഗം നൽകി. മല്ലിക ഉച്ചൂരിൻ്റെ ഒരു സിംഗിൾ സോങ് ഉണ്ടായിരുന്നു. അതുപോലെ ചോദിച്ചത് എണ്ണയെക്കുറിച്ച് വില കൂടിയതിനെ കുറിച്ചുള്ള വിഷമമാണ് മല്ലിക അവതരിപ്പിച്ചത്. അതുകൊണ്ട് വീട്ടിൽ മല്ലിക അവതരിപ്പിച്ചതിൻ്റെ കാരണം ഒരു വരെയും വളർത്തിത്തരിക എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് വീട്ടുകാർക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാൻ വേണ്ടി വീട്ടിൽ വെച്ച് പറയാൻ പറ്റും. അതുകൊണ്ട് സ്റ്റേജ് വെച്ച് അവതരിപ്പിച്ചതാണ്. പിന്നെ തേങ്ങ കൂട്ടി എണ്ണ കൂട്ടി ഒരു സാധനവും വീട്ടിലുണ്ടാകുക എന്നുള്ള വിവരമാണ്.
മല്ലിക പിള്ളേരുടെ മുന്നിലും നിങ്ങൾ നിങ്ങൾക്ക് അവതരിപ്പിച്ചത്. ഏതൊക്കെയായാലും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് ഗാനത്തിലൂടെ അവതരിപ്പിച്ചത്. സിയാനയുടെ ഡാൻസ് ഉണ്ടായിരുന്നു, ഗ്രൂപ്പ് സോങ് എല്ലാവരും കൂടി പാടി, പിന്നെ യൂത്ത് സ്കിറ്റാണ്, അത് അഞ്ചും താഴത്തെല്ലാം കൂടെ നടത്തിയ ഒരു ഡാൻസ് പരിപാടി. അതല്ലേ ഡാൻസാണോ യൂത്ത് സ്കിറ്റ് എന്ന് പറഞ്ഞു? യൂത്ത് സ്കിറ്റ് ഇല്ലായിരുന്നോ? അതെ. ഓക്കെ. അത് ആധുനിക കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഇന്ന് തിന്മയുടെ ശക്തി എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട്, അതിനെ അതിജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ എത്രമാത്രം തിന്മയുടെ ശക്തി ഓരോ വ്യക്തികളെ സ്വാധീനിക്കും. അവിടെയും തിന്മയുടെ ശക്തിയിൽ നിന്ന് മോചനം പ്രാപിക്കാൻ ദൈവത്തിൻ്റെ വചനവും ആത്മീയ ജീവിതവും സഭാത്മക ജീവിതവും ഒക്കെയാണ് ഈ തിന്മയുടെ ശക്തിയിൽ നിന്നൊക്കെ മോചനം പ്രാപിക്കാൻ സാധിക്കുന്നുള്ള വലിയൊരു സന്ദേശം ആ സ്കിറ്റിലൂടെ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പം അങ്ങനെ ഒരു കവിത പാടുകയുണ്ടായി നമ്മുടെ റോക്കട്ടല്ലേ അല്ലേ? അപ്പം ഒരു സ്കിറ്റ് കൂടെ ഇട്ടുള്ളൂ, അത് തീർന്നു ഇല്ലായിരുന്നോ? അവസാനത്തെ സ്കിറ്റ് സ്വർഗത്തിൽ. ഓക്കെ, അതെന്നാന്ന് എഴുതിയിട്ടില്ല, അതുകൊണ്ട് എഴുതിയിട്ടില്ല. അപ്പം സ്വർഗത്തിൽ പോകണമെങ്കിലുള്ള മറ്റുള്ളവരുടെ കണ്ണീര് ഒപ്പുന്ന ഒരു ജീവിതമാണ് സ്വർഗീയ ജീവിതത്തിൽ പ്രവേശനത്തിന് സഹായിക്കുന്നതെന്നുള്ള സന്ദേശം ലഭിച്ചത്. മല്ലിക വളരെ കഷ്ടപ്പെട്ട കണ്ണീരെടുത്തുകൊണ്ട് പോയെങ്കിലും അതിന് ആശയം ഇതാണ്, കണ്ണീരൊപ്പുന്ന ഒരു മനോഭാവം, മറ്റുള്ളവരുടെ വേദനകളിൽ സഹനങ്ങളിൽ പങ്കുചേരുന്ന മനോഭാവം, അത് ദൈവസ്നേഹത്തിൻ്റെ മറ്റു പ്രകടനമാണ്, മറുവശമാണെന്നുള്ള ചിന്തയാണ് നമുക്ക് ലഭിച്ചത്. സമ്മാനങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ കൊടുക്കുകയുണ്ടായി. എല്ലാ രീതിയിലെ കായിക മത്സരങ്ങളും കലാപരിപാടികളും ഈ വർഷം നിങ്ങൾ കഴിഞ്ഞ വർഷത്തിന് കഴിഞ്ഞ് ഒത്തിരിയേറെ മെച്ചമുള്ള രീതിയിലാണ് നിങ്ങൾ പ്രോഗ്രാം നടത്തിയത്. നിങ്ങളെല്ലാം പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ജെനി മദർ വളരെ സജീവമായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ട്. ഇവിടെ ഷിജിയുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കുർബാനയും കൊണ്ട് വന്നപ്പോൾ ഷിജി കാട്ടിക്കൂടെ ഓടി വരിക. ഞങ്ങൾക്ക് ഇതെങ്ങോട്ടേ കാട്ടിക്കൂടെ ഓടുന്നതെന്ന് തന്നെ ഉള്ളൂ. വണ്ടി വന്നില്ലായിരുന്നല്ലോ. അല്ല, ഞാൻ സിസ്റ്റർ ചോദിച്ചാൽ കണ്ടോ, ഞാൻ ഇച്ചറിൻ്റെ കുർബാനയും കൊണ്ട് പോയപ്പോൾ പിന്നെ അതിനെ കൂട്ടിക്കൊണ്ട് ഞാൻ തിരിച്ചും പോയി. കാരണം ഈ കാട്ടിക്കൂടെ ഓടണമെന്ന് വിചാരിച്ചു. എനിക്കത് കഷ്ടപ്പെട്ടു സിസ്റ്റേഴ്സ് വളരെയധികം അത് ഭംഗിയാക്കാൻ വേണ്ടി, കൂട്ടായ്മയെ സജീവമാക്കാൻ വേണ്ടി. ആനിമേറ്റേഴ്സ് എത്രമാത്രം സജീവമായിട്ട് പ്രവർത്തിക്കുന്നതനുസരിച്ച് കൂട്ടായ്മയുടെ ഊർജ്ജസ്വലതയും സജീവത്വം ഒക്കെ ഉണ്ടാകുമെന്നുള്ളത് പ്രധാനപ്പെട്ട വസ്തു. അതൊരു തെളിവാണ് ഇവിടെ കാണുക. ഇവിടെ സിസ്റ്റർ പറഞ്ഞാൽ പുരുഷന്മാർ ചേട്ടന്മാർ ഇച്ചിരി കുറവാന്ന് തോന്നുന്നല്ലേ? ഒന്ന് വളരെ കുറവാണ്. ഇത്രയും പേരുള്ളോ? ഇത്രയും പേരൊക്കെ ഉള്ളൂ അല്ലേ? പിന്നെ ഉള്ളത് വന്നല്ലോ, എനിക്കെല്ലാം കൊള്ളാം. ഇനിയും വരാൻ ആരെങ്കിലും മാറിയപ്പോണ്ടെങ്കിൽ അവരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി പരിശ്രമിക്കുക. സാധാരണഗതിയിൽ എല്ലാ കൂട്ടായ്മയിലും വർഷാവസാനത്തിൽ കൂട്ടായ്മ വാർഷികത്തിലാണ് എല്ലാവരും തന്നെ കൂടുന്നത്. എല്ലാവരും ഒരുമിച്ച് ഒരു ദിവസം കാണുന്ന വാർഷികത്തിനേ ഉള്ളൂ. അല്ലാത്ത ദിവസങ്ങളൊക്കെ ഭാഗികമായിട്ട് കുറച്ച് പേരെ കൂടും. അതായത് നിങ്ങളിവിടെ നമസ്കാരം നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ ക്രിസ്തുമസിനുള്ള ആഘോഷം നടത്തുന്നുണ്ട്. എന്താണ് ഞാൻ ക്രിസ്മസിൻ്റെ രാത്രി വന്നപ്പോൾ ഞങ്ങളുടെ പ്രായമുള്ള അച്ചായന്മാരെല്ലാം കൂടെ ഇങ്ങനെ ഈ ക്രിസ്മസ് പപ്പായും ഇവരെല്ലാം കൂടി ഒരുമിച്ച് വലിയ റാലിയായിട്ട് പോകുന്നത് കാണുന്നുണ്ട് രാത്രിയിൽ. അങ്ങനെയുള്ള സജീവത്വമുണ്ട്. അതൊക്കെ നമ്മളെ കൂട്ടായ്മയെ നിലനിർത്താനും സജീവമാക്കാൻ വേണ്ടിയുള്ള പരിപാടികളാണ് ഇതൊക്കെ. ഈ കൂട്ടായ്മ വാർഷികം എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ പറഞ്ഞത് എന്തിനാ വാർഷികം? പക്ഷേ കൂട്ടായ്മ എത്രയും പേര് ഒന്നിച്ചു കൂടാനും വർത്താനം പറയാനും പ്രോഗ്രാം നടത്താനും ഒക്കെ ഉണ്ടാകുന്ന ഒരു അവസരം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബന്ധമാണ് അതുവഴിയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് പണക്കങ്ങളൊക്കെ ഒഴിവാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ കഴിയാൻ സാധിക്കും. ഇത്രയും പ്രോഗ്രാം കൂടെ നടത്തണമെങ്കിൽ കുറേ ദിവസത്തെ പരിശ്രമം അതിൻ്റെ പിന്നിലുണ്ട്. അതിൻ്റെ പ്ലാനിങ്, ഓരോരുത്തരെയും സെലക്ട് ചെയ്യുക, അതുപോലെ പ്രോഗ്രാം നടത്തുക, ട്രെയിനിങ് എടുക്കുക, സ്റ്റേജിൽ അവതരിപ്പിക്കുക, ഈ മൈക്ക് സെറ്റും പരിപാടികൾ നടത്തുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളിവിടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത വർഷം കുറച്ചുകൂടെ ടെക്നിക്കൽ ലൈനിൽ കുറച്ചുകൂടെ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. പാട്ടിനോ ഒക്കെ അല്ലെങ്കിൽ ഡാൻസിനൊക്കെ ആൾ വന്നതിന് ശേഷം അവിടെ നിന്നുള്ളത് വിഷമിക്കുക. ഇനി അതാ പാട്ട് അന്നേരം തപ്പിരിക്കുകയാണ് പാട്ട്. അങ്ങനെയല്ലാതെ എല്ലാം കൂടെ ഒരു പ്രോഗ്രാമാക്കി വരികയാണെങ്കിൽ ഒരു പാട്ട് കഴിയുമ്പോൾ അടുത്ത പാട്ട്, അടുത്ത പ്രോഗ്രാം എൻ്റെ പാട്ട്, അതൊക്കെ കൃത്യം ഇടുകയാണെങ്കിൽ അന്നേരം തപ്പിക്കൊണ്ടിരിക്കുന്ന രീതി ആകാതിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും തോന്നും. ഏതായാലും നിങ്ങൾ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചതിന് പ്രത്യേകമായി ആരാധനാമഠത്തിൻ്റെ ആരാധനാമഠം ബഹുമാനപ്പെട്ട സിസ്റ്റർ മദറിന് സിസ്റ്റർ വളരെ കഷ്ടപ്പെട്ട പിള്ളേരുടെ കാര്യങ്ങളെല്ലാം അതിനായിട്ട് ഇങ്ങനെ നടത്തുന്നതിനെല്ലാം പ്രചോദനങ്ങളാണ്. പരിശീലനമെല്ലാം നൽകിയാണ് സിസ്റ്ററിന് പ്രത്യേകിച്ച് ഞാനെൻ്റെ ഈ കൂട്ടായ്മയുടെ പേരിലും ഞങ്ങളുടെ പേരിലും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. കൂടെ വന്ന സിസ്റ്ററിന് പ്രത്യേകിച്ച്
ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും, മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഇവിടെ പരിപാടി അർപ്പിച്ച എല്ലാ പിള്ളേർക്കും എല്ലാവർക്കും ഞാൻ എൻ്റെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകണം. മധ്യസ്ഥനായി ഞങ്ങൾ പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. സ്വർഗീയ മധ്യസ്ഥ ഈ കുടുംബ കൂട്ടായ്മയുള്ള എല്ലാവരെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് അവർക്ക് വേണ്ടി മാധ്യസ്ഥ അനുഗ്രഹിക്കണമേ, സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഇവരുടെ വർഷിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ ഒന്നിച്ചുകൂടിയായി ഭവനത്തെയും ഇവിടെ എല്ലാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും എന്തെങ്കിലും പ്രവർത്തി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും വാത്സല്യവും ഞങ്ങൾക്ക് എപ്പോഴും നൽകുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിക്കട്ടെ, എപ്പോഴും എപ്പോഴും നയിക്കും. ആമേൻ.